അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, അയ്യു സദഖത്തി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യകരമായ സദഖ ഏതാണ് നബിയെ? തങ്ങളുടെ മറുപടി, സദഖത്തും ഫീ റമളാൻ, റമളാനിൽ ചെയ്യുന്ന ദാനധർമ്മമാണ് ഏറ്റവും നല്ല സദഖ. റമളാനിൽ നമുക്ക് കഴിയുന്നത് പോലെ പരമാവധി സദഖ ചെയ്യണം. കുടുംബക്കാർക്ക് സദഖ ചെയ്യലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത്. വളരെ പുണ്യകരമായ ഒരു സദഖയാണ് നമ്മുടെ ഭക്ഷണം കൊണ്ട് വേറൊരാള് നോമ്പ് തുറക്കുക എന്ന് പറയുന്നത്. ഇഫ്താറിന് വേണ്ടിയുള്ള സഹായ അഭ്യർത്ഥനയൊക്കെ നമ്മൾ കാണുമ്പോൾ കഴിയുമെങ്കിൽ പരമാവധി സഹായിക്കണം. റമളാനിൽ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അയാൾക്ക് അല്ലാഹു 3 നേട്ടങ്ങളാണ് നൽകുന്നത്. ഒന്ന്, അയാളുടെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടും. രണ്ടാമത്തത്, അയാൾ നരകമോചിതരിൽ ഉൾപ്പെടും. മൂന്നാമത്തത്, നോമ്പ് നോറ്റ ആളുടെ നോമ്പിന്റെ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചയാൾക്കും ലഭിക്കുകയും ചെയ്യും. നമുക്ക് കഴിയുന്നത് പോലെ നോമ്പ് തുറപ്പിച്ചാൽ മതി. വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് കഴിവൊന്നുമില്ലെങ്കിലും കഴിവിന്റെ പരമാവധി ചെയ്താൽ മതി എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല, നോമ്പ് തുറപ്പിച്ചയാൾക്ക് സ്വല്ലത്ത് അലൈഹിൽ മലായിക, അയാൾക്ക് വേണ്ടി മലക്കുകൾ റമളാനിന്റെ പകലിൽ ദുആ ചെയ്യുകയും ലൈലത്തുൽ ഖദറിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യേകമായി ദുആ ചെയ്യുകയും ചെയ്യും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹു ധാരാളം സുഹൃതങ്ങൾ ചെയ്യാനും ഒരാളെങ്കിലും നോമ്പുറപ്പിക്കാനും തൗഫീക്ക് നൽകുമാറാവട്ടെ.